സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ അഥവാ SN2 മെക്കാനിസമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. SN2 മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു ഉദാഹരണം കൺസിഡർ ചെയ്യാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന റിയാക്റ്റൻറ്റ് മീഥൈൽ ക്ലോറൈഡ് ആണ്, CH3Cl. മീഥൈൽ ക്ലോറൈഡ് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് എ ന്യൂക്ലിയോഫൈൽ ദാറ്റ് ഈസ് OH-. ഹൈഡ്രോക്സിൽ അയോൺ എന്ന ന്യൂക്ലിയോഫൈലുമായിട്ട് മീഥൈൽ ക്ലോറൈഡ് റിയാക്ട് ചെയ്യുകയാണ്. ഇവിടെ മീഥൈൽ ക്ലോറൈഡിൻ്റെ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഒരു പോയിന്റ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് കാർബണിനെയാണ്. കാർബൺ ഈസ് അറ്റാച്ച് വിത്ത് ക്ലോറിൻ ആൻഡ് ഓൾസോ 3 ഹൈഡ്രജൻ ആറ്റംസ്. ഈ ഹൈഡ്രജൻ ആറ്റംസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ, ഓരോ ബോണ്ടുകളും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതിൽ. ഇതിൽ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ നമ്മളുടെ നേരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വെരി തിക്ക് ലൈൻ അല്ലെങ്കിൽ വെഡ്ജ് ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഈ ഹൈഡ്രജൻ നമ്മളിൽ നിന്ന് അകലെ വരുന്ന രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു മീഥൈൽ ക്ലോറൈഡിലേക്ക് OH- അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ അയോൺ എന്ന ന്യൂക്ലിയോഫൈല് അറ്റാക്ക് ചെയ്യുകയാണെന്നിരിക്കട്ടെ. എന്താണ് സംഭവിക്കുക? ഈ ന്യൂക്ലിയോഫൈല് മീഥൈൽ ക്ലോറൈഡ് എന്ന റിയാക്റ്റൻറ്റിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് അറ്റാക്ക് നടക്കുക. അപ്പം അറ്റാക്ക് നടക്കുകയും അതേ സമയത്ത് തന്നെ ഹാലജൻ ആറ്റം അവിടുന്ന് ലീവ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടും അറ്റ് എ ടൈം നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ SN2 മെക്കാനിസത്തിൽ നടക്കുന്നില്ല. അതാണ് SN2 മെക്കാനിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദർ ഈസ് നോ ഇൻ്റർമീഡിയറ്റ് ഫോംഡ് ഇൻ SN2 മെക്കാനിസം. ഇവിടെ നോക്കൂ, OH- എന്ന ന്യൂക്ലിയോഫൈല് മീഥൈൽ ക്ലോറൈഡുമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് OH- ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ഈ ബോണ്ട് ഡോട്ടഡ് ലൈൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്? അത് ഫോം ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ, വീക്ക് ബോണ്ടിങ് ആണ്. അതേസമയം തന്നെ കാർബണും ക്ലോറിനും തമ്മിലുള്ള ബോണ്ട് വീക്കൻ ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു സ്റ്റേറ്റ് ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ ഉള്ള പ്രത്യേകത നോക്കൂ, ഈ കാർബൺ ആറ്റം 5 ഗ്രൂപ്പുകളായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ കാർബൺ ആറ്റം 5 ഗ്രൂപ്പുകളുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അതായത് കാർബണിൻ്റെ ബാലൻസ് 4 ഉള്ളൂ എന്നറിയാം, എന്നാൽ ഇവിടെ കാർബൺ 5 ആൾക്കാരുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ആണ് എന്ന് തന്നെ പറയാം. പിന്നീട് ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ലീവിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹാലൈഡ് അയോൺ ലീവ് ചെയ്യുകയും ന്യൂക്ലിയോഫൈൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ളൊരു മെക്കാനിസമാണ് SN2 മെക്കാനിസം എന്ന് വിളിക്കുന്നത്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോഫൈലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. ബൈമോളിക്കുലാർ മെക്കാനിസമാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരു ന്യൂക്ലിയോഫൈലും മീഥൈൽ ക്ലോറൈഡും 2 ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്? ബൈമോളിക്കുലാർ മെക്കാനിസം എന്ന് വിളിക്കാനുള്ള കാരണം. ഇനി ഈ റിയാക്ഷൻ്റെ മറ്റൊരു പ്രത്യേകത നോക്കൂ. ഇൻ SN2 റിയാക്ഷൻ ദ ന്യൂക്ലിയോഫൈൽ അറ്റാക്സ് ഫ്രം ദ ബാക്ക് സൈഡ് ഓഫ് ദിസ് റിയാക്റ്റൻറ്റ് ആൻഡ് ദ ലീവിങ് ഗ്രൂപ്പ് ലീവ്സ് ഫ്രം ദ ഫ്രണ്ട് സൈഡ് അല്ലേ? നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാം. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് അറ്റാക്ക് നടക്കുക. അതോടൊപ്പം തന്നെ ഈ ക്ലോറിൻ എലിമിനേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഇത്തരത്തിലൊരു റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണിത്. ഇങ്ങനെ ഈ അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ഒരു ഇൻ്റർമീഡിയറ്റ് അല്ല എന്ന് പറഞ്ഞു. ഇവിടെ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ കാർബൺ ആറ്റത്തിലേക്ക് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ അറ്റാക്ക് ചെയ്യുന്ന ന്യൂക്ലിയോഫൈല് ഹാലൈജനേക്കാളും കൂടുതൽ സ്ട്രോങ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ കാർബൺ ആറ്റത്തിന് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ദിസ് കാർബൺ ഇൻവേർട്ട് ദിസ് ബോണ്ട്സ്. കാർബൺ ആറ്റം ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ബോണ്ടുകൾ അങ്ങ് ഇൻവേർട്ട് ചെയ്യും. ഇൻവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാനായിട്ടൊരു എക്സാമ്പിൾ ഉണ്ട്. അതായത് സാധാരണയായിട്ട് നമ്മളൊരു കുട ചൂടി നടക്കുമ്പോൾ നല്ല കാറ്റ് വന്നു എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? കുട മേലേക്ക് തിരിയും അല്ലേ? കുട അങ്ങ് ഇൻവേർട്ടഡ് ആവും. അതുപോലെ തന്നെ ഇവിടെ കാർബൺ ഏത് കാർബണിലേക്കാണോ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ആ കാർബൺ ഇൻവേർട്ട് ചെയ്യപ്പെടുന്നു. നോക്കൂ, ഇങ്ങനെ ഇരിക്കുന്ന ബോണ്ടുകൾ പ്രൊഡക്റ്റിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇൻവേർട്ട് ചെയ്തിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടക്കുന്നു. അതോടൊപ്പം തന്നെ ലീവിങ് ഗ്രൂപ്പ് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ വാൾഡൻ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. SN2 റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ SN2 റിയാക്ഷന് 2 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ബാക്ക് സൈഡ് അറ്റാക്കാണ് ഇവിടെ നടക്കുന്നത്. ന്യൂക്ലിയോഫൈൽ റിയാക്ടൻ്റെ ബാക്ക് സൈഡ് അറ്റാക്കും
അതുപോലെ തന്നെ ലീവിങ് ഗ്രൂപ്പ് ഫ്രണ്ട് സൈഡ് ലീവിങ്ങുമാണ്. മാത്രവുമല്ല ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നില്ല. മറ്റൊന്ന് ഇവിടെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷനാണ് സംഭവിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, ഇവിടെ നമ്മൾ കണ്ടു ന്യൂക്ലിയോഫൈല് റിയാക്റ്റൻ മോളിക്യൂളിൻ്റെ ബാക്ക് സൈഡ് അറ്റാക്കാണ് നടത്തുന്നത്. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റംസ് ആണ് അല്ലേ? കാർബണിലേക്ക് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന 3 ഹൈഡ്രജൻ ആറ്റംസ് ആയതുകൊണ്ട് തന്നെ വരുന്ന ന്യൂക്ലിയോഫൈലിന് വളരെ ഈസി ആയിട്ട് പോസിറ്റീവ് ചാർജുള്ള കാർബണിലേക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിന് പകരം ഈ ഹൈഡ്രജൻ ആറ്റത്തിന് പകരം വളരെയധികം ബൾക്കി ഗ്രൂപ്പുകളാണ് അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിലോ? അങ്ങനെ വളരെ ഈസി ആയിട്ട് ന്യൂക്ലിയോഫൈലിനെ കാർബണിലേക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? ദാറ്റ് ബൾക്കി ഗ്രൂപ്പ്സ് hinder the effect of nucleophile to the reactant molecule. ഇത്തരത്തിലുള്ള ബൾക്കി ഗ്രൂപ്പുകൾ ന്യൂക്ലിയോഫൈല് അപ്രോച്ച് ചെയ്യുന്നത് തടയുന്നു. കാരണം എന്തുകൊണ്ടാണ്? ബൾക്കി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ തടി കൂടിയ ഗ്രൂപ്പുകൾ, ഫോർ എക്സാമ്പിൾ ടേർഷ്യറി ഗ്രൂപ്പുകളൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ന്യൂക്ലിയോഫൈല് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് തടയുന്നു. ദിസ് ഈസ് ഡ്യൂ ടു ദ സ്റ്റെറിക് ഹിൻഡ്രൻസ്. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ SN2 മെക്കാനിസം വളരെ ഈസി ആയിട്ട് നടക്കുക മീഥൈൽ ഹാലൈഡിലാണ്. പിന്നീട് അത് പ്രൈമറി, ദെൻ സെക്കൻഡറി, ഏറ്റവും കുറവായിരിക്കും ആരിൽ? tertiary. That is due to the presence of bulky groups. The order of reactivity of alkyl halides in SN2 mechanism follows the order methyl halide is greater than, primary halide is greater than, secondary halide is greater than tertiary halide.